ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് എൻ്റെ പെങ്ങൾ മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇന്നലെ അവിടെ ഇരുന്നു. പിന്നെ പെട്ടെന്ന് കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് വാങ്ങിയ ഗിഫ്റ്റ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായി. അങ്ങനെ പിന്നെ ഞാൻ അത് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ല രാവിലെയാണ് കേട്ടോ. രാവിലെ ഞാൻ ഇപ്പോൾ ഈസ്റ്റ് അങ്ങോട്ട് പോവാണ്. ചായ ഒന്നും കുടിച്ചിട്ടില്ല, അവിടെ നിന്നാണ് കുടിക്കുന്നത്. ഇനി അവിടെ നിന്ന് കാണാം. ഞാനങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മോള് അവിടെയാണുള്ളത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിലായിട്ട് വന്നതാണ്. അപ്പോൾ തിരിച്ച് പിന്നെയും രാവിലെ തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകും. ഇങ്ങനെ ഉണ്ടാവുക ഒരു ചെറിയ പമ്പുണ്ട്. ഇത് ബലൂൺസ് അല്ലേ? ബലൂണൊക്കെ ഉണ്ട്. ഇതല്ലേ ഇതാ നമുക്ക് വീർപ്പിക്കാൻ. അത് പൊളിച്ചോ, കച്ചറ കൂടാണ്ട് പൊളിക്കേ, അല്ലെങ്കിൽ ഞാനൊക്കെ വലിച്ചത്. നോക്കട്ടെ, ഇതന്നെ. ഇത് ഹാപ്പി ബർത്ത്ഡേ എച്ചൊക്കെ. ഇത് ആദ്യം രണ്ടച്ചില്ലേ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടോ? ഇവിടെ ഒന്ന് ആ ഹനാന്റെ അടുത്തുള്ള ആദ്യം കവർ മതിയെടുത്ത് നോക്കിയേക്കും. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. അതല്ലേ രണ്ടെണ്ണം ഉണ്ട്. എവിടെയാണ് ഊതിയ സംഭവം? അതിന്റെ ഉള്ളിൽ കൂടി ഇതിന്റെയോ? മനസ്സിലായി. അത് ഓയാണ്. ഇത് തുറന്നിട്ടാണ്. തുറന്നിട്ടാടാ. ഇതിനുള്ളിൽ കൂടിയോ? എനിക്കറിയോ. ഒരു കോയിലേ ഉള്ളൂ. കിട്ടിയോ? ഇല്ല. കിട്ടി. എനിക്ക് കിട്ടി. ഇതെങ്ങനെ വീർപ്പിക്കാൻ നമുക്ക് മനസ്സിലാവാത്ത. ആദ്യം ബലൂൺ വീർപ്പിക്ക്, വേഗം വേഗം. എത്ര പോരെ? എത്ര മതി? കെട്ടിക്കോ. ഞാൻ കെട്ടാം. ചിന്നി കെട്ടാം. എന്നിട്ടൊരു സൈഡിലേക്ക് ഇട്ടോ, പൊട്ടാത്ത രീതിക്ക് അങ്ങോട്ടേക്ക് ഇട്ടോ. അത് കുഴപ്പമില്ല. എന്നാ ഞാൻ കെട്ടാൻ നിൽക്കുക, നിങ്ങൾ വീർപ്പിക്കുക. എന്നാ ഓക്കെ. അത് ഓട്ട ഇല്ലാത്ത വേഗം വേഗം എടുത്ത് വീർപ്പിക്കും. നല്ല വലുതാക്കണ്ട. എന്തിനാ തക്കുട് കരയുന്നേ? വെറുതെ ഹൈഡ്രജൻ ബലൂൺ. അങ്ങനെ നമ്മൾ ഓരോരുത്തർ ബലൂൺ വീർപ്പിക്കലും ഓരോരുത്തർ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്പെല്ലിങ് വീർപ്പിക്കലും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എടുത്തിട്ട് ഓരോന്നോരോന്ന് ചെയ്യാൻ തുടങ്ങി. ഇത് ശരിക്കും ബ്ലാക്ക് ഓർ റെഡ് തന്നെയല്ലേ രസം? അവന്റെ ശ്വാസം വെച്ചുപോയി. ഇത് ശ്വാസം ബാക്കിയുള്ള കാറ്റുണ്ട്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്നു. പിന്നെ നമ്മൾ ഡെക്കറേഷൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, മേലോട്ടേക്ക് ഒട്ടിക്കാനും ഒക്കെ ഭയങ്കര ഉപകാരമായിരുന്നു. പറക്കല്ലേ അവൻ ഒട്ടിക്കട്ടെ. കുറച്ചധികം നേരം മെനക്കെട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഹാപ്പി ബർത്ത്ഡേ ഈ സംഭവങ്ങളൊക്കെ
കുറച്ച് ആദ്യം മേലെ ഒട്ടിക്കും, പിന്നെ താഴെ ഒട്ടിക്കും, പിന്നെ മേലെ ഒട്ടിക്കും, പിന്നെയും അത് പറിച്ച് താഴെ ഒട്ടിക്കും. അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ അയിമൽ കളിച്ച് അങ്ങനെ ഫൈനലി ഞങ്ങളത് എവിടെ ഒട്ടിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഓരോ രണ്ടറ്റത്തായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സംഭവം തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മേലെ ഈ ഹാപ്പി ബർത്ത്ഡേൻ്റെ സാധനം സെൻറ്ററിലേക്കാണ് വരുന്നത്. നമ്മൾ ആ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ ഒരു ഡെക്കറേഷൻ സാധനം വാങ്ങിയ സമയത്ത് അതിലുണ്ടായ വലിപ്പം ഇങ്ങനെ നിൽക്കുന്ന സാധനത്തിനില്ല കേട്ടോ. കാരണം ആ ഒരു വീതിയും നീളവും അതിനില്ല. അതുകൊണ്ട് തന്നെ സ്പെല്ലിങ്ങുകളൊന്നും അതിൽ കൊടുത്ത പോലെ കറക്റ്റ് നമുക്ക് അതിൽ വെക്കാനുള്ള ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു സാധനം ഇതേപോലത്തെ 2 ബോൾസ് ഉണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ എഴുതി. അത് നമ്മൾ വീർപ്പിച്ചത് ആദ്യം 2 അറ്റത്തേക്കായിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അത് കുറേ നേരത്തിന് ശേഷം പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വെച്ചു. അതായത് കുറച്ചും കൂടെ അടുപ്പിച്ച് വെച്ചു. നമ്മൾ കുറച്ച് അറ്റത്തേക്ക് വെച്ച സമയത്ത് അതൊരു ബോറായിപ്പോയി, പിന്നെ സ്പെല്ലിങ്ങുകൾ വരുന്ന സമയത്ത്. അങ്ങനെ അതെന്താക്കി പിന്നെയും സെൻറ്ററിലേക്കാക്കി. അതിനുശേഷം മേലെ ഇങ്ങനെ 3 ബോൾസ് കൊടുത്തു. അതിന് ശേഷം നമ്മൾ സ്പെല്ലിങ്ങുകൾ വെക്കുമ്പോൾ തന്നെ കുറച്ചധികം നേരം അതുമേൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇതിൽ കൊടുത്ത പോലത്തെ സ്പേസും കാര്യങ്ങളും ഈ ഒരു സാധനത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് വെക്കുമ്പം കുറച്ചധികം ബുദ്ധിമുട്ടിയുണ്ട്. അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്പെല്ലിങ്ങൊക്കെ ആദ്യം ഒന്ന് വെക്കും, പിന്നെ ഒന്ന് എടുക്കും, ആദ്യം ഒന്ന് വെക്കും, പിന്നെ ഒന്ന് എടുക്കും. അങ്ങനെയായിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ആദിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പം കുഞ്ഞുവിന് ഞാൻ ഈ ഡബിൾ സൈഡ് ടാപ്പ് ഇങ്ങനെ എടുത്ത് ഇതാക്കി കൊടുക്കും, കുഞ്ഞു ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവനാണ് കൂട്ടത്തിൽ ഹൈറ്റേ ഉള്ളൂ, നമുക്കൊന്നും അത്ര മേലെത്തൂല, അല്ലെങ്കിൽ പിന്നെ വല്ല സ്റ്റൂളോ കസാരയോ വെച്ചിട്ട് കയറണം. അപ്പം കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ അതിനൊന്നും മെനക്കെടുണ്ടല്ലോ. അങ്ങനെ അവനാണ് അത് ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ വേണമെന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ നോക്കി അങ്ങനെ ചെയ്തു കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ബലൂൺസ് ഒട്ടിക്കാനുണ്ട്, ഇതിൽ തന്നെയുള്ള കുറച്ച് വേറെ സാധനങ്ങൾ ഒട്ടിക്കാനുണ്ട്. അങ്ങനെ പിന്നെ ഇതിൽ കേക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വീഡിയോസായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താ പറയുക, കുട്ടീനെ അങ്ങനെ ഇടണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കേക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. പിന്നെ കേക്ക് കട്ടിങ് എന്ന് പറയുമ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ പുകയായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അതൊന്നും കറക്റ്റ് അങ്ങനെ എടുത്തില്ല. നമ്മൾ അങ്ങനത്തെ ഫോട്ടോസൊന്നും ഇതിൽ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ അങ്ങനെ ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കേക്ക് കട്ടിങ്ങോ അല്ലെങ്കിൽ കുട്ടീനെയോ അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഡെക്കറേഷൻസ് മാത്രം അങ്ങനെ. പിന്നെ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ പാലക്കാടുള്ള ചേച്ചിയും ചേട്ടനും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മക്കളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള, നമുക്ക് ശരിക്കും നമ്മുടെ ബന്ധുക്കളെ പോലെ റിലേറ്റീവ്സിനെ പോലുള്ള ആൾക്കാരാണ് അവർ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ശരിക്കും ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ ആ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ആ ഒരു സാധനം കുറച്ചും കൂടെ വീതിയുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയത് അത്ര വീതിയുമില്ല വലുപ്പമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഭംഗി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് താഴെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയാൻ ബിരിയാണി ആയിരുന്നു. രാവിലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായി. അങ്ങനെ നല്ല അടിപൊളി പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ചേച്ചി ഇങ്ങനെ മുല്ല കൊണ്ടുത്തന്നുണ്ടായി. ചേച്ചി പാലക്കാടിന് കൊണ്ടുവന്നില്ല, ഇവിടെ വരുന്ന വഴിക്ക് വാങ്ങിയിട്ട് നമുക്കങ്ങനെ കൊണ്ടുത്തന്നുണ്ടായി. നോക്കട്ടെ, എല്ലാന്ന് പാടാ. നോക്കട്ടെ മച്ചി, നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കേക്കൊന്നും വെച്ചതേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അതുകൊണ്ട് അതിന് കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു വീട് തീരെ കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തു. പിന്നെ നമ്മുടെ പാലക്കാട് നിന്ന് ഇറക്കുമതി ചെയ്ത് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നല്ല, ഇതിലും കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.